السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകളും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അഅറാഫിലെ 158-ാമത്തെ ആയത്തിൽ അല്ലാഹു ലോകത്തെ മനുഷ്യരെ മുഴുവൻ ഒന്നായി വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഖുൽ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതനാണ്. നിങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച ദൂതനാണ് ഞാൻ. നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ജമീഅൻ, നിങ്ങൾ മുഴുവൻ മനുഷ്യരിലേക്കും. ആരാണ് അയച്ചത്? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും ആധിപത്യവും ആരുടെ കൈകളിലാണോ അവനാണ് എന്നെ അയച്ചത്. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, അവനല്ലാതെ ആരാധിക്കാൻ അർഹനായി, അടിമപ്പെടാൻ അർഹനായി ആരും തന്നെ ഇല്ല. അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധിപത്യവും അധികാരവും കയ്യേറ്റവൻ, അവൻ നിയോഗിച്ചയച്ചിട്ടുള്ള അവന്റെ സ്വന്തം ദൂതനാണ് ഞാൻ എന്ന് ലോകത്തെ മനുഷ്യരാശിയോട് വിളിച്ചു പറയുക. അങ്ങനെ ജനങ്ങളോട് പറയണം, ഫആമിനു ബില്ലാഹി വറസൂലിഹി, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം, ഈ പ്രപഞ്ചനാഥനെ നിങ്ങൾ വിശ്വസിക്കണം.
അവന്റെ ദൂതനെ, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് ആ പ്രവാചകൻ? സ്വന്തമായി എന്തെങ്കിലും പടച്ചുണ്ടാക്കി വന്ന പ്രവാചകനല്ല. അൽ ഉമ്മി, അൻ നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ. സ്വന്തമായി ആശയങ്ങൾ നിർമ്മിക്കാൻ, ഗ്രന്ഥങ്ങൾ രചിക്കാൻ, സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ, നിയമങ്ങൾ നിർമ്മിക്കാൻ ഒന്നും അറിയാത്ത ഒരു പ്രവാചകൻ. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി. ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നയാളാണ്, അവന്റെ സന്ദേശങ്ങളിലും വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വിശ്വസിക്കണം. വത്തബിഊഹു, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ വിശ്വാസികളായി, നിങ്ങൾ നേർമാർഗികളായി തീരാൻ വേണ്ടി, നിങ്ങൾ സച്ചരിതരായി നേർമാർഗം അവലംബിച്ചവരായി തീരാൻ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം. എങ്കിലേ നിങ്ങൾ ഹിദായത്തുള്ളവരാവുകയുള്ളൂ, നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരാവുകയുള്ളൂ. ഈ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾക്കും അടിവരയിട്ട് കൊണ്ടുവേണം അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഒന്നാം പ്രവാചകനെ വിശ്വസിക്കണം, രണ്ടാം പ്രവാചകനെ പിൻപറ്റണം. ഇതാര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിന്റെ അപ്പുറത്തുള്ള കാര്യത്തിന്റെ മർമ്മം തൊടാതെയുള്ള കാട്ടിക്കൂട്ടലുകൾ അല്ലാഹ്ക്ക് വേണ്ട. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഉപരിപ്ലവമായ ചായം തേക്കലുകൾ, പൊടിക്കൈകൾ, ഇതുകൊണ്ടൊന്നും നാളെ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് തിരുശേഷിപ്പുകൾ, അതിൽ നിന്ന് ബറക്കത്തെടുക്കാനും അതിനെ സ്നേഹിക്കാനും ഒക്കെയാണ്. തിരുശേഷിപ്പുകൾക്ക് വല്ല പ്രാധാന്യവും ഇസ്ലാമിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ രണ്ടർത്ഥത്തിലാണ് സ്നേഹിക്കുന്നത്. ഒന്ന് നബിയുടെ ആളത്തത്തെ, രണ്ട് നബിയുടെ ആദർശത്തെ. ആളത്തം എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് വന്ന സന്ദേശങ്ങൾ, വഹിയായി കിട്ടിയ സന്ദേശങ്ങൾ, അതിനെ ഉൾക്കൊള്ളുകയും ജീവിച്ച് കാണിക്കുകയും നമ്മളോട് പ്രബോധനം ചെയ്യുകയും ചെയ്ത ഒരു ആൾ എന്ന നിലയിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് തന്നെ നമുക്കൊരു സ്നേഹമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ആ നബിയോട് അടുത്തു പോയിരിക്കാൻ, നബിക്ക് മുസാഫഹ ചെയ്യാൻ, നബിയെ മുആനഖ ചെയ്യാൻ, കെട്ടിപ്പുണരാൻ, നബിയെ ഒന്ന് തൊട്ടു നോക്കാൻ, ഒന്ന് ചുംബിക്കാൻ വല്ലാത്ത ഇഷ്ടമുണ്ടാവും. നബിയുടെ രോമങ്ങൾ കൊണ്ടു നടന്ന സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും രോമം സൂക്ഷിച്ചവരുണ്ട്. തലപ്പാവ്. അപ്പൊ ഇതേപോലുള്ള തിരുശേഷിപ്പുകൾ, ഇതൊക്കെ മിക്കവാറും സഹാബികളോടൊപ്പം തന്നെ അവരുടെ കഫംപുടവയിൽ ചേർത്ത് കബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് പിന്നെ വളരെ പരിമിതമായ ഏതെങ്കിലും സനദുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ.
അപ്പൊ ഇത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷിപ്പുകളെ, ശരീര ശേഷിപ്പുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. അത് ലോകത്ത് എല്ലാ ചരിത്ര പുരുഷന്മാരോടും അല്ലെങ്കിൽ എല്ലാ കഥാപുരുഷന്മാരോടും മഹാത്മാക്കളോടും അതിന്റെ അനുയായികൾക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ടല്ലോ. ചെഗുവേരയുടെ മുടി 2007 ലേലം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10 കോടി രൂപയ്ക്കാണ്, 9.8 കോടി രൂപയ്ക്ക്. അതുപോലെ മൈക്കൽ ജാക്സൺ, അദ്ദേഹത്തിന്റെ ത്രില്ലർ ജാക്കറ്റ് 15 കോടി രൂപയ്ക്കാണ് 2011 ലേലം ചെയ്യപ്പെട്ടത്. ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കഥകൾ കാണാൻ പറ്റും. പക്ഷെ ഇതേപോലുള്ള താരപരിവേഷമുള്ള സമൂഹത്തിൽ അറിയപ്പെട്ട മഹാത്മാക്കളായി മനുഷ്യ മനസ്സുകളിൽ വാഴുന്ന ആളുകളോട് അവരുടെ അനുയായികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ APJ അബ്ദുൽ കലാമിന്റെ സ്മാരകം സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഓതിയിരുന്ന മുസാഫ്, നമസ്കരിച്ച മുസല്ല, അതേപോലെ അദ്ദേഹത്തിന്റെ ബാഗ്, അദ്ദേഹം ഇട്ടിരുന്ന കോട്ട്, ഇതൊക്കെ എടുത്ത് ഭയങ്കര പ്രദർശനപരമായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒക്കെ കാണും. അപ്പൊ അതിനോടൊക്കെ ആളുകൾക്ക് ഒരു പ്രത്യേകതരം ബന്ധം, അത് എന്തിന്റെ പേരുണ്ടാകുന്നതാണ്? സ്നേഹം. അത് ഏറ്റവും മൂർധന്യ ഭാവത്തിലെത്തുമ്പോൾ ആളുകൾക്ക് വൈകാരികമായ ഒരു അടുപ്പം, ഒരു താല്പര്യം അതിനുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും തന്നെ സത്യവിശ്വാസികളാവുകയില്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, സകല മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവനാകുവോളം. എത്രത്തോളം എന്നാൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് സഹാബാക്കളുടെ അടുക്കൽ. സ്നേഹം കൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ അങ്ങയോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരോ ഉമറേ, നീ എന്നെ ഇഷ്ടപ്പെടുന്നത് നിനക്ക് നിന്നോടുള്ളതിനേക്കാൾ, നിന്നെക്കാൾ നീ എന്നെ ഇഷ്ടപ്പെടണം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്, എന്റെ ജീവനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് നീ യഥാർത്ഥ മുഅ്മിനായത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ അവരുടെ ജീവനേക്കാൾ അവരോട് അടുത്ത് നിൽക്കുന്നു, അവരുടെ രക്ഷകർത്താവാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈമാന്റെ ഭാഗമാണ്, നമ്മുടെ ജീവനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് നബിയോട് ആളത്തത്തിന്റെ പേരിലുള്ള സ്നേഹം, ശാരീരികമായ വികാരം, അടുപ്പം, സ്നേഹബന്ധം, തിരുശേഷിപ്പുകൾ എന്ന് കാണുമ്പോ ഒരു പ്രേമിക്കുന്നയാള് അയാളുടെ എന്ത് സാധനത്തോട് ഒരു സ്നേഹം ഉണ്ടാവില്ലേ? അത് സ്നേഹത്തിന്റെ മൂർധന്യ ഭാവമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആരാധനയിലേക്ക് പോകൂല. ആരാധനയിലേക്ക് പോകുമ്പോ മട്ട് മാറും, ഗുരുതരമാകും, ഡേഞ്ചർ പോയിന്റിലെത്തും. അപ്പൊ ആ അർത്ഥത്തിൽ നബിയോടുള്ള മൂർധന്യമായ സ്നേഹത്തിന്റെ പ്രകടമായ ഭാവം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിച്ചു കൊടുത്തു. അതിന് ഐശ്വര്യമുണ്ട് എന്നും പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്റെ റസൂൽ എന്ന് പറഞ്ഞു. എന്നാൽ ഈ സ്നേഹം പരിധി വിട്ടാൽ അത് വളരെ അപകടകരമായ മേഖലയിൽ നിന്നുള്ള കളിയാണ്. അത് പരിധി വിട്ടാൽ അത് ഇബാദത്തിലേക്ക് കടക്കും, ആരാധനയിലേക്ക് കടക്കും.
അവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നബിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. കാരണം ലോകത്ത് വിഗ്രഹാരാധന കടന്നു വന്നത് വിശ്വാസികൾക്ക് അവരുടെ പ്രവാചകന്മാരോടും മഹാത്മാക്കളോടുമുള്ള സ്നേഹബന്ധം ശക്തമായി മൂർധന്യ ദശയിലെത്തി. അത് പരിധി വിട്ടപ്പോഴാണ് അവർ ആ പ്രവാചകന്മാരെ ആരാധ്യരായി കണ്ടത്. അങ്ങനെ അവർ അവരുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തരുന്നുണ്ട്, അവരുടെ കാലശേഷം അവർ ഇരിക്കുന്നിടത്തേക്ക് പോയിരിക്കുക, അവരെ കുറിച്ച് വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് അവരെ കുറിച്ച് അതിശയോക്തിപരമായ വർണ്ണനകൾ നടത്തുക, അവർ അള്ളാഹുവിന്റെ ദാസൻ എന്നതിലപ്പുറത്തേക്ക് ദിവ്യമായ പരിവേഷങ്ങൾ നൽകുക. പിന്നെ അടുത്ത തലമുറ വന്നപ്പോൾ അവരുടെ തലമുറയിൽ നിന്ന് കേട്ടതനുസരിച്ച് ഇവരാണ് അവരുടെ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങളുടെ മുഴുവൻ പ്രതീകം. അങ്ങനെ പുതിയ തലമുറ അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകത്ത് വിഗ്രഹാരാധന വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ലാ തദറുന്ന വദ്ദൻ വലാ സുവാ വലാ യഗൂസ വലാ യഊഖ വനസ്റ. നിങ്ങൾ വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും നസ്റിനെയും ഇതിനെയൊന്നും നിങ്ങൾ അവർക്കൊന്നും നേർച്ച നേരരുത്, ആരാധിക്കരുത് എന്ന് പറഞ്ഞു. തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ ഈ പറഞ്ഞ വദ്, സുവാഇ, യഊഖ്, യഗൂസ്, നസ്ർ ഇതൊക്കെ ആരാണ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇവരൊക്കെ പുരാതന കാലഘട്ടത്തിലെ വലിയ സ്വാലിഹീങ്ങളായിരുന്നു, മഹാത്മാക്കളായിരുന്നു. അവരുടെ കാലശേഷം അവരെ പിൻപറ്റുക, അവരെ സ്നേഹിക്കുക എന്നതിനപ്പുറം പിൻതലമുറ അവരെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ആരാധ്യമൂർത്തികളായി മാറിയത്. ചരിത്രത്തിൽ അങ്ങനെയാണ് വിഗ്രഹാരാധന കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ഈ പൂർവകാല വ്യതിചലനത്തിന്റെ കഥകളൊക്കെ ഓർത്ത് ദുഃഖിച്ചിരുന്നു. നിങ്ങളുടെ പൂർവികർ നശിച്ചു പോയത് അവരുടെ പ്രവാചകന്മാരുടെ അവരുടെ പ്രവാചകന്മാരുടെ ശ്മശാനങ്ങൾ, കബറിടങ്ങൾ അതൊക്കെ അവർ ആരാധനാലയങ്ങളാക്കി കളഞ്ഞു. അതുകൊണ്ട് നബി അവിടെ നിന്ന് വിലപിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസ്നൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ കബറിടത്ത് നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിൽ പൊക്കിവിടുന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലല്ലോ. സലാം പറയാൻ, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ സ്നേഹം ആസ്വദിക്കാം, അവിടെ നിന്ന് കണ്ണീരൊഴുക്കാം, സ്വലാത്തുകൾ സലാമുകൾ വർഷിപ്പിക്കാം, വലിയ പുണ്യമുള്ള കാര്യം. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ മറ്റുള്ളവർ അവരുടെ ആരാധനാ മൂർത്തികളോട് ചെയ്യുന്നത് പോലെ ആ കബറിനെയോ ആ തിരുശരീരത്തെയോ നമ്മൾ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞ് നമ്മളൊരു ആരാധനാ മൂർത്തി പോലെയാക്കി മാറ്റിയാൽ അവിടെ നമുക്ക് തെറ്റും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പരമമായ വണക്കം, വണക്കത്തിന്റെ കീഴ്വണക്കത്തിന്റെ പാരമ്യതയാണ്. നമ്മൾ ഒരു ശക്തിയുടെ, ഒരു വ്യക്തിയുടെ, ഒരു വസ്തുവിന്റെ മുമ്പിൽ സകലവും സമർപ്പിച്ച് കീഴ്വണങ്ങി, എല്ലാം സമർപ്പിച്ച് കീഴ്പ്പെട്ട് അടിമപ്പെട്ട് ദാസ്യ മനോഭാവത്തോടെ നമ്മളുടെ എല്ലാം ഏൽപ്പിക്കലും ആവലാദികൾ പറയലും വാങ്ങാൻ ശ്രമിക്കലും ഒക്കെയാണ്. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടു. ഞാൻ അല്ലാഹുവിലേക്ക് വിളിക്കാമെന്ന പ്രവാചകൻ എന്നെ എങ്ങാനും പിടിച്ചവർ പടച്ചോനാക്കി കളയോ? ഇവരാരും ചെയ്യൂല, എന്റെ സഹാബാക്കളത് ചെയ്യൂല, അവർക്കറിയാം അല്ലാഹു ആരാണ്. പക്ഷെ പിൽക്കാലക്കാരെങ്കിലും അങ്ങനെ ചെയ്ത് കളഞ്ഞാലോ എന്ന വേവലാതിയും വെപ്രാളവും അല്ലാഹുവിന്റെ റസൂലിനുണ്ടായി.
ഒരു വട്ടമല്ല. നിങ്ങൾ നബി ചരിത്രം എടുത്ത് സുദീർഘമായി വായിച്ചു നോക്കൂ. ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുന്ന അവസാനത്തെ 14 ദിനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടങ്ങൾ ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി വന്നുകൊണ്ടിരിക്കും. ആളുകൾ കൂടുമ്പോഴൊക്കെ നബി ഇത് പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുകയാണ്. അന്നേരം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വെപ്രാളപ്പെട്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായോ? ഉൾക്കൊള്ളാൻ പറ്റാതെ കരയുന്നു, നടുങ്ങുന്നു, ഓടുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വഫാത്തായെന്ന് വല്ലവനും പറഞ്ഞ് കൈവെക്കും. കാരണം ഇത് തൗഹീദ് അറിയാത്തോണ്ടാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അനുയായിക്ക്. പക്ഷെ അത്ര സ്നേഹിച്ചു, നിയന്ത്രണം വിട്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞിട്ട് ഓടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നു. റസൂലുള്ളാഹിയുടെ മുഖത്ത് നിന്ന് തുണി മാറ്റി നെറ്റിയിൽ ചുംബിച്ചു. നോക്കുമ്പോ ആകെ അന്തരീക്ഷമൊക്കെ മാറിയിരിക്കുന്നു. നബി അള്ളാഹയെ കാണാൻ പോയതാണെന്നൊക്കെ പറയുന്നു. വഫാത്തായിട്ടില്ല എന്നാ പറയണത്. ആകെ ഹാല് മാറിയിരിക്കുന്നു. സഹാബാക്കളെല്ലാം വിളിച്ച് മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉച്ചൈസ്തരം ഒരു പ്രഭാഷണം നടത്തി. അല്ലയോ സഹോദരന്മാരെ, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചു പോയിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ടൊരു ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ അഫഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും ഫമൻ യൻഖലിബ് വലൻ യദുറല്ലാഹ ശൈഅ. മുഹമ്മദ് അല്ലാഹുവിന്റെ അനേക പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ്. മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും പ്രവാചകൻ നമ്മളോട് വിട പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് പുറകോട്ട് പോകാനാണ്, പിന്തിരിഞ്ഞു പോകാനാണ് പാപമെങ്കിൽ അല്ലാഹുവിനൊരു ചുക്കും സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. ഈ ആയത്തിറങ്ങിയത് ഉഹദിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ശത്രുക്കൾ വധിച്ചു എന്ന ഒരു കിംവദന്തി പരന്നപ്പോൾ പല സഹാബാക്കളും ആകെ വെപ്രാളപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്ന് വ്യാകുലപ്പെട്ടപ്പോൾ അല്ലാഹ് ഇറക്കിയ ആയത്താണ്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഈ ആയത്ത് ഇപ്പോൾ ഇറങ്ങിയതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോഴാണ് എനിക്ക് ദിശാബോധം കിട്ടിയത്. ആ സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. സഹോദരന്മാരെ, പറഞ്ഞു വന്നതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ആളത്വത്തോട്, ആ ഒരു രൂപത്തോട്, അവിടുത്തെ തിരുശേഷിപ്പുകളോട് ഒക്കെ നമുക്ക് സ്നേഹമുണ്ടാകും. അത് നമ്മുടെ വിശ്വാസം വികാര തലത്തിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമാണ്. അത് സ്നേഹം എന്നതൊരു വികാരമാണ്. വിശ്വാസം എന്നത് ഒരു അറിവാണ്, ഒരു ചിന്തയാണ്. സ്നേഹം എന്നത് ഒരു വികാരമാണ്. വികാരത്തിന് കണ്ണുകാതൊന്നും ഉണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാൻ കഴിയണം. വിശ്വാസം വെച്ചിട്ടും അറിവ് വെച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റണം. അപ്പൊ ആ അർത്ഥത്തിലാണ് പലപ്പോഴും, അതാണ് പ്രവാചകനെ തെറി പറയുമ്പോൾ ആളുകൾ തെരുവിൽ ഹാലങ്ങും അറിയും. പ്രവാചകരെ അറിയോ ഇല്ലെന്നൊക്കെയുള്ള വേറെ കാര്യം കേട്ടോ. പക്ഷെ എന്തായാലും അള്ളാന്റെ റസൂലിനോട് ഒരു ഹുബ്ബുണ്ട്. ആ ഹുബ്ബ് ഫലപ്രദമായി ആക്കി തീർക്കണം എന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത്. അതാണ് ഒരു വികാരമാണ്, അത് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ഇതിന്റെ പേരിൽ കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നു.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, വടി, പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഗതികൾ. ഒരു ഭാഗത്ത് ഈ കാലഘട്ടത്തിൽ ഏതാ, ഈ പുതിയ കാലഘട്ടത്തിലും ഇത് 15 നൂറ്റാണ്ട് ആയി അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട്. 1500 കൊല്ലായി. നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്, ഈ 1500 കൊല്ലം പിന്നിട്ട ഒരു ആദർശത്തിനെ മനുഷ്യന്മാര് എത്ര ബുദ്ധിജീവികളാണെങ്കിലും സൈദ്ധാന്തികനാണെങ്കിലും അത് വിദ്യാഭ്യാസവും കാലഘട്ടത്തിന്റെ അറിവും ബോധമുള്ള ഒരു പുറംകാലോട് തട്ടി എറിയണ്ടേ, കാലഹരണപ്പെടണ്ടേ? എന്താ പറ്റാത്തത്? എങ്ങനെ? എത്ര സാമ്രാജ്യങ്ങൾ ഇവിടെ വന്നുപോയി, സംസ്കാരങ്ങൾ വന്നു, മതങ്ങൾ വന്നു, ദർശനങ്ങൾ വന്നു. എവിടെ അവരൊക്കെ? 15 നൂറ്റാണ്ടായി അള്ളാന്റെ റസൂൽ ഉയർത്തിവിട്ട ആ അള്ളാഹുവിന്റെ ആ ദീൻ ഓരോ കാലം ചെല്ലും തോറും അതിങ്ങനെ പ്രകാശം സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അതിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അകത്തുള്ളവരിങ്ങനെ പുറത്തു പോവുക, പുറത്തുള്ളവർ അകത്തേക്ക് വരിക, അകത്തുള്ള മന്ദബുദ്ധികളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോവുക, പുറത്തുള്ള ബുദ്ധിമാന്മാരൊക്കെ അകത്തോട്ട് കയറി വരിക. ഇങ്ങനെ ഒരു ചാക്രികത ഇവിടെ നടക്കും. അപ്പൊ ഈ അർത്ഥത്തിൽ ഇസ്ലാം ഇങ്ങനെ കാലഘട്ടത്തിൻ്റെതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കോടയിൽ നിന്ന് രണ്ട് തരം മനുഷ്യന്മാര് കുഴപ്പമുണ്ടാക്കണം. ഒന്ന്, നവനാസ്തികന്മാര്. അവന്മാരുടെ കൂടെ കൂടിയിട്ട് പരമ്പരാഗതമായി മദ്രസയിലൊന്നും പോയി പഠിക്കാത്ത, അല്ലെങ്കിൽ വായിച്ചു പഠിക്കാത്ത, ചിന്തിക്കാത്ത കുറെ നാമമാത്ര മുസ്ലിം നാമധാരികൾ, ഇവരൊക്കെ അവരെ കൂടെ കൂടിയിട്ട് ആണ് പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞതാ ശരി, അവിടെ ദൈവം അതൊക്കെ എവിടെ കിടക്കുന്നത്, എന്ത് പ്രവാചകൻ, ആ കുറെ പെണ്ണൊക്കെ കെട്ടിയ ആളല്ലേ, കുറെ യുദ്ധമൊക്കെ ചെയ്തു, ഒന്നും പഠിക്കൂല. ഈ പറയുന്നവന്മാര് അള്ളാഹയെ പറ്റി എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട്? ഖുർആൻ ഒരു തവണ പൂർണ്ണമായി ആരുടെയും സഹായമില്ലാതെ, ആരുടെയും ഒരു മുൻധാരണ ഇല്ലാത്ത നിലയിൽ ഒറ്റയ്ക്കിരുന്ന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വന്തം ചിന്ത ഉപയോഗിച്ചിട്ടൊന്നും മലയാളമെങ്കിലും ഒന്ന് വായിച്ചു തീർത്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ ഒരാവർത്തി മുഴുവനൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്താ അഭിപ്രായം അള്ളാഹയെ കുറിച്ച്, റസൂലിനെ കുറിച്ച് ഇവർ പറയും? അപ്പൊ ഇവന്മാര് പടച്ചുവിടുന്ന കുറെ കോപ്രായങ്ങൾ, അതിന് എവിടെ പിന്തുണ? ഓറിയന്റലിസ്റ്റുകൾ പണ്ട് ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് തന്നെ ഇപ്പോഴും ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നവനാസ്തികന്മാര്. പുതിയ ഭാവത്തിലും രൂപത്തിലും അതിനെയൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും തിരിയാത്ത കുറെ വിവരമുണ്ട് എന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന പുതിയ കാലത്തെ എടുത്തുചാട്ടക്കാരായ ചെറുപ്പക്കാരികളും പോയി, ഓ ഞങ്ങൾ എക്സ് മുസ്ലിം, റസൂലിനെ ചീത്ത വിളിക്കാൻ, അള്ളാഹുവിനെ നിഷേധിക്കണം, ഒരു ചുക്കും അറിയില്ല. അപ്പൊ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ ഇങ്ങനെ സൂര്യനെ നോക്കി പട്ടി കുരയ്ക്കും പോലെ കുരയ്ക്കുകയാണ് ഇവര് എന്ന് വിചാരിച്ചിട്ട് സൂര്യൻ നാളിച്ചിട്ട് അതിനെ വെളിച്ചം നിർത്തും, പ്രകോപിതനാവോ? ഇല്ല. ഇതേപോലെ വേറെ ചില ആളുകൾ ഇസ്ലാമിനെ കൊച്ചാക്കെ ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിട്ട് ഇസ്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാം എന്ന് പറഞ്ഞ മുടിയാണ് എന്ന് പറയുന്ന, ചീത്ത പറയുന്ന ഒരു സ്വഭാവം. ഇസ്ലാം അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുകയാണ് ഇവര്. 1 സെന്റിമീറ്റർ വളർന്നു, 1 സെന്റ് വളർന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് പരിഹാസ്യമാക്കുന്ന പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പിനോട് നമുക്ക് ബഹുമാനമുണ്ട്. സഹാബാക്കൾക്കൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ തിരുശേഷിപ്പ് എന്ന് പറയുന്നതിന് സനദില്ല. അത് സൂക്ഷിച്ചു വെക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഇതിന് സനദില്ല എന്നാണ് എല്ലാരും പറയണത്. മാത്രമല്ല ഈ സംഗതിക്ക് ഈ സനത് തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ റൗദയിലെ പൊടി, റസൂലുള്ളാഹിയുടെ തുപ്പുനീര്, പിന്നെ എന്താണ് നബിയുടെ കൈവെള്ളയിൽ നിന്ന് പൊട്ടി വന്ന വെള്ളം, എല്ലാം കൂടെ ചേർന്ന ഒരു മിശ്രിതം. അതിങ്ങനെ വലിയ വമ്പൻ ടാങ്കിലേക്ക് വെള്ളത്തിൽ പമ്പ് ചെയ്ത് കലർത്തി അത് കുപ്പിയിലാക്കി കൊണ്ടുപോയാൽ, ഒന്നോ നിങ്ങൾ തറയിലൊന്നും ഒഴിച്ചു കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്
എന്ത് കച്ചവടം! ഇവിടെ മൈക്കൽ ജാക്സന്റെ ത്രില്ലർ ജാക്കറ്റ് ഒക്കെ 10 കോടിക്ക് വിറ്റു, അല്ലെങ്കിൽ മറ്റേ ജഗുവേരയുടേത് 15 കോടിക്ക്, മുടി 15 കോടിക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞതുപോലെ ലേലത്തിൽ പോയതോടെ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പറയുമ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ മഹാമാരം അതും ഉസ്താദിനെ പറഞ്ഞു. ഉസ്താദിനെ നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഈ പ്രവർത്തനം ഇസ്ലാമിനെ കൊച്ചാക്കണ പരിപാടിയാണ്, അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുന്ന പരിപാടിയാണ്. അവരോടൊക്കെ ഈ പണ്ഡിതന്മാരോടൊക്കെ നമുക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട്. പക്ഷെ ഇവര് ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഇത് പുതിയ കാലത്തെ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഈ കാലഘട്ടത്തിന്റെ പ്രതീക്ഷയാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ലോകത്തിന്റെ പ്രതിഭാശാലികളെ പുച്ഛിക്കലാണ്. ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതൊക്കെ വാങ്ങിക്കുടിക്കാനും വിപണനം ചെയ്യാനും ആളുകൾ ഇങ്ങനെ ഓടുകയാണ്. സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മളെ തിരിച്ചറിയുന്നത്. ഇസ്ലാമാണ് എല്ലാം. അള്ളാഹുവിന്റെ ദീൻ, അള്ളാന്റെ റസൂല് കൈമാറിയെങ്കിൽ അതോളം അത്ഭുതം ലോകത്ത് വേറെ ഒന്നിനുമില്ല. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതങ്ങൾ കാണിച്ചു ഖുർആൻ പറയുന്നു. കാരണം ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ താൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അസാധാരണമായ ചില വൈഭവങ്ങൾ കാണിക്കണം. അത് അള്ളാഹുവിന്റെ സഹായത്തോടെ കാണിച്ചിരുന്നു. ആ മനുഷ്യന്മാരുടെ ബുദ്ധിയും നിലവാരവും ഒക്കെ ആ അർത്ഥത്തിലാവുന്നതുകൊണ്ട് അത് മതിയാവും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ രോഗശാന്തി ശുശ്രൂഷകൾ പാണ്ഡരോഗിയെ കുഷ്ഠരോഗിയൊക്കെ ഞാൻ ചികിത്സയ്ക്ക് സുഖപ്പെടുത്തും, മരിച്ചിടക്കുന്ന ആളുടെ പോലും അള്ളാഹുവിന്റെ അനുമതിയോടെ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞാൽ വരും. അത് ആ കാലഘട്ടത്തിൽ. പക്ഷേ പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറേബ്യയിലെ പ്രവാചകനല്ല, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ തുടക്കത്തിൽ ഓതിയതുപോലെ എല്ലാ കാലഘട്ടത്തിലെയും മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനാണ്. ഇവിടത്തെ വിദ്യയും അറിവും സാങ്കേതിക വിദ്യയും എല്ലാം എത്രത്തോളം വളർന്ന് ഉയർന്ന് വികാസം പ്രാപിക്കുമോ ആ കാലഘട്ടത്തിലും അഭിമാനത്തോടെ തല ഉയർത്തി നിന്നിട്ട് പറയാൻ പറ്റുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടത്തെ അത്ഭുതം ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണെന്ന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. എന്താണ്? പരിശുദ്ധ ഖുർആൻ. എന്താ ഖുർആൻ എന്ന് പറയുന്നത്? ആ ഖുർആനിന്റെ തത്വ സംഹിതകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. താങ്കൾ അല്ലാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ട ഒരു ദൂതൻ തന്നെയാണ്. അതിന്റെ തെളിവെന്താണ്? അല്ലാഹുവിന്റെ ദൂതനാണെന്നതിന്റെ തെളിവെന്താണ്? ഈ ഖുർആൻ 15 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും 1500 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ഖുർആനിന്റെ തത്വസംഹിത ലോകം തേടുന്നതാണ്. അതാണ് അതിന്റെ മുഅ്ജിസത്ത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഖുർആനിന്റെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കൂ, അതിന്റെ സാമ്പത്തിക നിയമം, സാമൂഹിക നിയമം, രാഷ്ട്രീയ നിയമം, അതുപോലെ നീതിന്യായ രംഗത്തുള്ളതിന്റെ കാഴ്ചപ്പാട്, കുടുംബ മേഖലയിലെല്ലാം ഈ കാലഘട്ടത്തിന് ഫിറ്റാണ്. ഇതെങ്ങനെ സംഭവിച്ചു? 15 നൂറ്റാണ്ട് മുമ്പ് ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയാണെങ്കിൽ സംഭവിക്കൂ? അല്ല. പിന്നെ എവിടെ നിന്ന് വന്നതാ? അത് അള്ളാഹു നിന്ന് വന്നത്. സാധാരണ മനുഷ്യന് മനസ്സിലാവും. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം, ഖുർആനിന്റെ ഓരോരോ അത്ഭുതങ്ങൾ. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കാൻ വന്നു. വേറെന്ന് പറയുന്നത് എന്താണ്? തങ്ങന്മാര്, സയ്യിദന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ സയ്യിദന്മാരെ ബർക്കത്തെടുക്കുക. തിരുശേഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ സയ്യിദന്മാരെ ബർക്കത്തെടുത്താൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് സയ്യിദാണെന്ന് അറിഞ്ഞാൽ പിന്നെ പോയി തലയെ കുമ്പിട്ട് അവിടെ തൊട്ട് മുത്തി മണത്ത് രുചിച്ചു നോക്കി. വീട് ഉദ്ഘാടനത്തിന് 30 വേണം, കട ഉദ്ഘാടനത്തിന് 30 വേണം, എല്ലാത്തിനും തൊട്ട് തടവി വിടുകയാണ്.
സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിനെയും അഹ്ലിനെയും കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കേണ്ട ഈമാന്റെ ഭാഗം. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്താണ് ഇതിന്റെയൊക്കെ പൊരുള് എന്നതും കൂടി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ആരാ ജീവിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഒട്ടുമിക്ക മക്കളും വഫാത്തായി, മരണപ്പെട്ടു. അവിടെ ചെറുമക്കളൊക്കെ, പേരമക്കളൊക്കെ, പേരക്കിടാങ്ങളൊക്കെ മരണപ്പെട്ടു. ആകെ അലിയും ഫാത്തിമയും അവരിലൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ അല്ലേ? ആ ഒരു പരമ്പരയിൽ നിന്ന് വന്നതാണ് ആകെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു ഇവരെല്ലാം മരിപ്പിച്ചു കളഞ്ഞത്? ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ വളരെ മനോഹരമായി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ജീവിച്ചിരുന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരവന്മാർ എന്നുള്ള നിലയിൽ ലോകത്തെല്ലാരും കൂടി അവരെ ആയിരിക്കും എല്ലാം തിരഞ്ഞെടുക്കുക. അവരുടെ യോഗ്യതകളൊന്നും നോക്കൂല. പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ ആയിരിക്കും പിന്നെ പിൻപറ്റുക. അവിടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, പാരമ്പര്യം, രക്തം, അതിന്റെ രക്തവിശുദ്ധി. ഇത് തന്നെയല്ലേ ആര്യവംശശുദ്ധി എന്നൊക്കെ പറയുന്ന ഈ സവർണന്മാര് വാദിക്കുന്ന അതേ വാദം. ബ്ലഡ് പ്യൂരിറ്റി, ഇത് ഇവിടെയും വരും. അപ്പൊ ഈമാനിന്റെ ഒരു പ്യൂരിറ്റി അല്ല ഇവിടെ വരിക. എന്നാൽ റസൂലുള്ളാഹിയുടെ കുടുംബത്തോട് സ്നേഹം വേണം, അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള? ആദർശത്തിന്റെ അടിസ്ഥാനത്തിലേ ആവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ കർമ്മത്തിൽ പിന്തിയവൻ അവനെ കുലം മുന്തിക്കുകയില്ല. ഈമാന്റെ കാര്യത്തിലും അമലിന്റെ കാര്യത്തിലും പുറകെ പോയവൻ അവൻ ഇന്ന തറവാട്ടിലുള്ളവനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒരു മുൻ പരിഗണനയും ഉണ്ടാവില്ല. അതാണ് ഇസ്ലാം, ഈമാൻ. നബിയുടെ കുടുംബക്കാർ തന്നെയല്ലേ പലരും നബിയോടൊപ്പം യുദ്ധം ചെയ്ത്, നബിക്കെതിരെ യുദ്ധം ചെയ്തത്. അവരൊക്കെ വലിയ തങ്ങന്മാരല്ലേ പറഞ്ഞ നമ്മുടെ ഭാഷയിൽ. ആ തങ്ങന്മാരൊക്കെ ഇപ്പൊ പലരും നരകത്തിൽ കിടപ്പുണ്ടാവുമല്ലോ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഓരോ കുടുംബക്കാർ, യാ ബനി ഹാഷിം, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി അബ്ദി മനാഫ്, ഇങ്ങനെ വിളിക്കുകയാണ്. അബ്ദുൽ മനാഫിന്റെ കുടുംബക്കാരെ, നബിയുടെ സ്വന്തം ഗോത്രം കുടുംബത്തെ പേരെടുത്ത് വിളിക്കുക. രക്ഷ വേണമെങ്കിൽ നിങ്ങൾ അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളണേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അവിടെ വന്ന്, എന്റെ കുടുംബക്കാരനാണെന്നും പറഞ്ഞിട്ട്. നമ്മൾ കുടുംബക്കാരനല്ലേ മുഹമ്മദ്, ഓടെ ഞങ്ങളെ കൈയും കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരണ്ട കേട്ടോ. യാ ബിന്ത മുഹമ്മദിൻ, യാ ഫാത്തിമത ബിന്തി മുഹമ്മദ്, ഫാത്തിമ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, പൊന്നുമോളെ, നിനക്ക് ദുനിയാവിൽ വല്ലതും വേണോ എന്നാ ചോദിച്ചോ. സലീനി മാഷി, നീ എന്നോട് നിനക്ക് ഉദ്ദേശിച്ച് എന്തും ചോദിച്ചോ, ഞാൻ തരാം. ഇവിടെ വല്ല വേണോ? വീട് വേണോ? കൊട്ടാരം വേണോ? പൈസ വേണോ? എന്ത് വേണോ വാപ്പിച്ച് തരാം. പക്ഷെ നാളെ പരലോകത്തിന്റെ വാപ്പിച്ചാണെന്നും പറഞ്ഞ് അവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വേണ്ടി നിൽക്കണ്ട. അൻഖിദി നഫ്സക്കി മിനന്നാർ, എന്റെ പൊന്നോളെ, വാപ്പച്ചിയുടെ കയ്യും പിടിച്ച് രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിക്കണ്ട. അവിടെ വന്നിട്ട് നീ രക്ഷപ്പെടാൻ നോക്കണ്ട. നീ ഇവിടെ വെച്ച് നിന്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്താൻ നോക്ക്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല പണിയുണ്ടെങ്കിൽ ഈമാനും അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. സഹോദരന്മാരെ, ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ കുറിച്ച് പറഞ്ഞ എന്താ? ലസ്തുന്ന കഅഹദി, നിങ്ങളാരും മറ്റുള്ള ആളുകളെ പോലെ അല്ല. നിങ്ങളൊക്കെ ഉയർന്ന പദവിയുള്ളവരാണ്. നിങ്ങളൊക്കെ നന്മയിൽ മാതൃകകളായി മാറണം. ഖുർആൻ പറഞ്ഞു കൊടുക്കുക. അതേസമയം നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ ഉണ്ടാകും എന്ന്. അപ്പോ ഒരു രക്തവിശുദ്ധിയുടെ പേരിൽ, കുടുംബ പാരമ്പര്യത്തിന്റെ പേരിൽ ഇസ്ലാം പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോട്ടയെന്ന് നിശ്ചയിച്ചു വെച്ചിട്ടില്ല. അവർക്ക് പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന തെറ്റുകൾ മൂടി വെക്കാൻ പറ്റൂല. ഇരട്ടി പണിഷ്മെന്റ് അവർക്ക് കിട്ടണം. ഏത് തങ്ങളായാലും കുത്തുബായാലും. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഇവരൊന്നും നമ്മളെ രക്ഷപ്പെടുത്തൂല. അവരോടൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ തങ്ങളായിട്ടുള്ള ആള് നബി കുടുംബത്തിൽ നിന്ന് വന്നല്ലേ, ആ ചോരയല്ലേ, അതിനൊരു മണം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈമാന്റെ മണം, അമലിന്റെ മണം, ആ ഒരു ആർജവത്തിന്റെ മണമൊക്കെ ഉണ്ടാവുമല്ലോ.
ആ ഒരു ഹെറിഡിറ്റി എന്ന അർത്ഥത്തിൽ, പാരമ്പര്യം എന്ന അർത്ഥത്തിൽ ആ പാരമ്പര്യത്തിന്റെ ഗുണം കാണിക്കുമല്ലോ. ആ അർത്ഥത്തിൽ അവർക്ക് പരിഗണനയുണ്ട്. ശാസ്ത്രം അങ്ങനെയാണല്ലോ, പാരമ്പര്യമായിട്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവണം അവർക്ക്. അല്ലാതെ അതിന്റെ മേൽവിലാസത്തിൽ കയറിയിരുന്ന് അധികാരവും സമ്പത്തും ആനുകൂല്യങ്ങളും സമുദായത്തിന്റെ ചെലവിൽ എല്ലാം വാങ്ങി അനുഭവിച്ച് സമുദായത്തെ കുറിച്ച് ഒരു വകമിണ്ടാതെ വലിയ പ്രശ്നമോ. എന്ത് സംഭവിച്ചാലും മിണ്ടൂല. എന്നാൽ ബാക്കിയുള്ളവരുടെ കൂടെ ഓണപ്പാട്ട് പാടണമെങ്കിൽ റെഡിയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് റെഡിയാണ്, പണം കൊണ്ടുപോയി കടലിലിറങ്ങിയിട്ട് പ്രത്യേക ആചാരം നടത്താൻ അതിന് റെഡിയാണ്, പായസം ഉണ്ണാൻ റെഡിയാണ്, എല്ലാത്തിനും റെഡിയാ. സഹോദരന്മാരെ, നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോരും, വിഡ്ഢികളായി പോരും. നമ്മളാരും ആരെയോ പ്രത്യേകിച്ച് പറയുകയാണ്, ഏതോ പാർട്ടിക്കാരൻ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ പിഴച്ചു. നമ്മൾ പക്ക മുസ്ലിങ്ങളാണ്. ഇസ്ലാം നമ്മളെ ദീന്. അതിൽ ശരിയായി വരുന്നത് നമ്മൾ എടുക്കും, തെറ്റായി വരുന്നത് എയോ ബിയോ നമുക്ക് പ്രശ്നമല്ല. അള്ളാഹുടെ ദീനാണ് ഇതൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞ് നാളെ ആഗ്രഹത്തിൽ അള്ളാഹ് എന്നെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയും. എന്നെ പറഞ്ഞു വിട്ടാലും പ്രശ്നം. സഹോദരന്മാരെ, അതുകൊണ്ട് സത്യം സത്യമായി നമ്മൾ മനസ്സിലാക്കും. ഇവിടെയൊക്കെ വളർന്നു വരുന്നത് എവിടെയൊക്കെ ഇസ്ലാമാണ്. ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചോ സഹോദരന്മാരാണ്. അവരുമായിട്ട് നമുക്കുള്ള ബന്ധം എത്ര വലുതാ. അവര് സാധാരണക്കാരനായി ഇവിടെ ചെരുപ്പ് കുത്തിയ ബാർബറോ. നിങ്ങൾ എന്തിനാ ഈ ബാർബറൊക്കെ തള്ളിക്കളയുന്ന സഹോദരന്മാരെ? അവർ മുഅ്മിനാണെങ്കിൽ മുത്തല്ലേ, അവൻ അണച്ചുപിടിക്ക്, കെട്ടിപ്പിടിക്ക്. നിന്റെ സഹോദരനാ. മുൻ സഫിലേക്ക് കയറിയിരിക്കാൻ പറ. ഇമാമില്ലെങ്കിൽ ഇമാമത്ത് പിടിച്ച് നിർത്ത്, ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ. ബാർബർമാർക്ക് എന്താ പ്രശ്നം? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് കഅബയുടെ മുകളിൽ കയറ്റിയില്ലേ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അടിച്ചമർത്തപ്പെട്ടവൻ, അന്നത്തെ പൊലയൻ, എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഏഴച്ചറുമൻ, അതുപോലെ കണക്കാക്കപ്പെട്ടിരുന്നയാള്. തമ്മിൽ ഉണ്ണാത്തോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ജാതിക്കോമരങ്ങൾ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ ഈ കോമരങ്ങൾ, ജാതിക്കോമരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തില്ലേ? അതല്ലേ ബിലാൽ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു തആല ഒന്ന് ബാങ്ക് വിളിക്കാൻ ശ്രമിച്ചപ്പോ നിർബന്ധിച്ചു, അബൂബക്കർ എന്നൊരു വിളിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബാങ്ക്. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ആ ബാങ്ക് കേട്ടിട്ട് എത്ര കാലമായി. ബിലാൽ റളിയല്ലാഹു അൻഹു അടിച്ചമർത്തപ്പെട്ടവൻ, പീഡനങ്ങൾ അനുഭവിച്ചവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഉൾക്കൊണ്ടവൻ. അദ്ദേഹത്തോട് പറയാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട്, വൈകാരികമായ ഘടകങ്ങളുണ്ട് ആ ബാങ്കിൽ. അങ്ങനെ ബാങ്ക് വിളിക്കാൻ പറയാണ്. അള്ളാന്റെ റസൂലിനെ ഞാൻ ആർക്കും ബാങ്ക് വിളിക്കും നിർബന്ധിച്ചപ്പോ പറഞ്ഞേ, പണ്ട് എന്നെ വില കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചില്ലേ അബൂബക്കറെ, അത് ഇങ്ങനെ അടിമയാക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ ഈ നിർബന്ധിച്ച ആജ്ഞ അടിച്ചേൽപ്പിക്കുന്ന അതിനു വേണ്ടിയായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു ആജ്ഞ കൊണ്ടുവന്നിട്ട് വീണ്ടും അടിമപ്പെടുത്താം. അടിമത്തത്തിന്റെ ആജ്ഞയുടെ സ്വഭാവത്തിൽ ഒരു അടിമത്തത്തിന്റെ സ്പർശനം അനുഭവപ്പെട്ടപ്പോ അപ്പ ചോദിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു, എന്നെ ഇതിനാണ് അന്ന് വില കൊടുത്ത് വാങ്ങിച്ച് മോചിപ്പിച്ചത്? ഞാൻ സ്വതന്ത്രന, ബാങ്ക് വിളിക്കൂല. ബിലാൽ ബാങ്ക് വിളിക്കൂല, ഈ ഉമർ ഖലീഫയൊക്കെ അവിടെ ഇരിക്കും. എനിക്ക് പറ്റൂല, എന്റെ മനസ്സ് അനുവദിക്കില്ല. അള്ളാന്റെ റസൂലിന്റെ ശേഷം എനിക്ക് വിളിക്കാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ച് വിളിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ പറ്റുന്നില്ല സഹോദരന്മാരെ. അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങി ഒച്ചത്തിൽ ബാങ്ക് മുഴങ്ങുന്നു. സഹാബാക്കളെല്ലാം ഓടി വരികയാണ്. പണ്ടത്തെ ബിലാലിന്റെ ബാങ്ക് റസൂൽ ചിത്രത്തിൽ വരുന്നു. അന്നത്തെ വികാരങ്ങളെല്ലാം ഇങ്ങനെ പശ്ചാത്തലങ്ങൾ തെളിഞ്ഞു വരുന്നു മനസ്സിലെല്ലാവരുടെയും. ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നു, ആളുകൾ ഇങ്ങനെ ഓടി കുതിച്ചു വരെയാണ്, കണ്ണീരിങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പൊ അതിൻ്റെ ഇടയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിക്കാൻ വേണ്ടി മുഹമ്മദ് പറയാൻ പറ്റുന്നില്ല. പൊട്ടിക്കരഞ്ഞ് വിങ്ങി 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 ബാങ്ക് മുറിഞ്ഞു പോയി, പൂർത്തിയാക്കിയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കുറിച്ച് വായിക്കും, പഠിക്കും, എന്നിട്ട് കരയും, സ്വലാത്തിൽ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ നബിയുടെ ജീവിതം ഏറ്റെടുക്കും. അപ്പോഴാണ് നമ്മളൊക്കെ നബിയെ സ്നേഹിച്ചവരാകുന്നത്, നബിയുടെ മുഹിബ്ബീങ്ങളാകും. അല്ലാതെ കുറച്ച് ചോറും തിന്ന് ജാഥയും നടത്തി കുറെ പരിപാടികൾ നടത്തി കാട്ടിക്കൂട്ടിയിട്ടൊന്നൊരു കാര്യമില്ല.
ചെയ്യുന്നതൊക്കെ ചെയ്യും, പക്ഷെ അർത്ഥം നഷ്ടപ്പെടുന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ദ്രോഹിക്കുന്ന നിലയിൽ ഒന്നും ചെയ്യില്ല. ചെയ്യേണ്ടത് ചെയ്യണം, അതിൽ വീഴ്ച വരുത്തരുത്. ഇതാണ് വസിയത്തായിട്ട് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കൂടിപ്പോവുകയാണ്, അള്ളാഹു പുറത്തിറങ്ങി. നമ്മളോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, പലപ്പോഴും വൈകിപ്പോകുന്നു. നേരത്തെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് 1:30 തന്നെ നിർത്തത്തക്ക നിലയിൽ ഒരു ഭാവി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ദുർബലനാണ്, എനിക്ക് പറ്റുന്നില്ല. എന്നോട് പലരും പറയുന്നു നേരത്തെ നിർത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും, ഇൻഷാ അല്ലാഹ്. അതെൻ്റെ ഒരു കുറവാണ്. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 1:30 നമുക്ക് നിർത്തണം. അള്ളാഹുവിന് തൗഫീഖ് തരട്ടെ. വേറെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, നമ്മളെ മക്കളുടെ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് കലാമത്സരങ്ങൾ, അതിൽ 2-ാം തീയതി ചൊവ്വാഴ്ച എമറാൾഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ മദ്രസ ഫെസ്റ്റ് നടക്കുകയാണ്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാനും രക്ഷകർത്താക്കൾ അവർക്ക് പ്രോത്സാഹനം നൽകി കൂടെ നിൽക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ തന്നെ ബക്കറ്റ് കളക്ഷൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ജുമുഅയ്ക്ക് ശേഷം പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ്, എല്ലാവരും സഹായിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ സദഖകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും.